വാർത്തകൾ വിശദമായി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമര ജാമ്യത്തിലിറങ്ങിയാൽ തന്നെയും കൊലപ്പെടുത്തുമെന്ന് ഭയപ്പെടുന്നതായി അയൽവാസി പുഷ്പ. ചെന്താമരയ്ക്ക് ഇനിയും ജാമ്യം അനുവദിച്ചാൽ അത് നിയമത്തിനും നീതിക്കും എതിരാണെന്ന പ്രദേശവാസികളുടെ പ്രതികരണം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ജാമ്യം തേടി പ്രതി ചെന്താമര കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് അയൽവാസികളുടെ പ്രതികരണം. 3 കൊല നടത്തിയ ചെന്താമര തന്നെയും കൊലപ്പെടുത്തില്ലെന്ന എന്താണ് ഉറപ്പെന്ന് കൊല്ലാൻ തീരുമാനിച്ചിരുന്നതായി ചെന്താമര പോലീസിന് മൊഴി നൽകിയ അയൽവാസി പുഷ്പ പ്രതികരിച്ചു. കേസിൽ നിർണായകമായ സാക്ഷികൾ പ്രതിയെ പേടിച്ച് മൊഴിമാറ്റിയപ്പോഴും പുഷ്പ മൊഴിയിൽ ഉറച്ചുനിന്നിരുന്നു. സുധാകരനെയും മാതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം ആയുധവുമായി നിൽക്കുന്നത് കണ്ടെന്ന മൊഴിയിലാണ് പുഷ്പ ഉറച്ചുനിന്നത്. അതന്നെ പറയുന്നത്. സർക്കാർ ഇങ്ങനെ ജാമ്യം ഇയാൾ കൊന്നിട്ട് പോയാൽ സർക്കാർ ഇങ്ങനെ ജാമ്യം കൊടുത്തിട്ട് എല്ലാവരും കൊന്നിട്ട് പോട്ടെ പറഞ്ഞ് സർക്കാർ വിചാരിക്കുകയാണ്. പറയേ ഇപ്പം ഈ ചേച്ചിനെ പറ്റി വെച്ചാൽ 5 വർഷമായി. അത് കഴിഞ്ഞ് വന്നതിപ്പോൾ ഈ 2 പേരിന് ഇപ്പം ഞാനും ഉണ്ടെങ്കിൽ ഞാനും പോയിട്ടുണ്ടാവും. ഇനിയും വന്നിട്ട് എന്നെ വകവരുത്താനാണ് സർക്കാർ വിടണമെന്ന് ജാമ്യം കൊടുക്കണമെന്നൊക്കെ പറയണത്. ഞങ്ങൾ 5 പ്രാവശ്യമാണ് ഞാൻ പോയി. 4 പ്രാവശ്യമാണ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തത്. ഒരു മനുഷ്യൻ ഇവിടെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല. ജനങ്ങളും അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞു ഇയാളിങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞിട്ടും ആരും അതിനൊരു ഇതായില്ല. ഇനിയും ഞങ്ങൾ ജാമ്യം കൊടുക്കണം എന്താ ഒരു ഇതാണ് പറയുക. അപ്പോൾ ഈ സർക്കാർ എന്ത് ഇങ്ങനെയുള്ള കൊലപ്പുളികൾ അങ്ങനെ വിട്ട് എല്ലാവരും കൊന്നിട്ട് പോട്ടെ എന്നാ. പുഷ്പിയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ നിരാശയുണ്ടെന്ന് ചെന്താമര കസ്റ്റഡിയിൽ വെച്ച് മൊഴി നൽകിയിരുന്നു. തന്റെ കുടുംബം തകർത്തത് പുഷ്പയാണെന്നും താൻ നാട്ടിലെത്താതിരിക്കാൻ പോലീസിൽ പരാതി കൊടുത്തതിൽ പുഷ്പയ്ക്ക് പങ്കുണ്ടെന്നും ചെന്താമര പറഞ്ഞിരുന്നു. ചെന്താമരയ്ക്ക് ഇനിയും ജാമ്യം അനുവദിച്ചാൽ അത് നിയമത്തിനും നീതിക്കും എതിരാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചെന്താമര ജാമ്യാപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ മൊബൈലിൽ കൂടി കാണുകയും വീണ്ടും അയാളെ ജാമ്യം റദ്ദ് ചെയ്ത ആൾക്ക് വീണ്ടും ഒരു ജാമ്യം കൊടുക്കുക എന്നുള്ളത് കോടതി അങ്ങനെ സ്വീകരിക്കുമോ, ഗവൺമെൻറ് അതിന് തയ്യാറുമാകുമോ എന്നുള്ളത് ആണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ ഈ ജാമ്യാപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയും കൊല്ലുമെന്ന് പറഞ്ഞ ആൾക്കാർ അവർ വിഷമത്തിലാണിപ്പോൾ. ചെന്താമരയുടെ അയൽവാസികളായി പോയതിനാൽ ഭീതിയോടെ കഴിയേണ്ട സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.